സ്വാഗതം. സായന ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ വളരെ ഹാർഡായിട്ടൊരു ചോദ്യമാണ് ടാരോട് ചോദിക്കുന്നത്. എന്ത് സത്യമാണ് ഞാനിപ്പോൾ അറിയേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് എൻ്റെ, അതായത് താങ്കളുടെ ഇപ്പോഴത്തെ മാനസികവും വൈകാരികവുമായിട്ടുള്ള അവസ്ഥ. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പെരുമാറ്റം, അതായത് പുറമക്കാർക്ക് നമ്മളെ ഇതാക്കുന്നത്. 3 എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഇപ്പോൾ കാണുന്നത് എന്നുള്ള ചോദ്യമാണ്. 4 എന്ത് ഭാഗമാണ് ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്പ്രെഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്താണ് നമ്മുടെ മാനസികവും ഇമോഷണലുമായിട്ടുള്ള ഇതെന്ന് ചോദിച്ചപ്പോൾ എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് എന്ന് പറയുന്നത് എയ്സ് എന്ന് പറഞ്ഞ പുതിയ തുടക്കങ്ങളാണ്, അതായത് പണസമ്പാദനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്നത് പുതിയ എന്തെങ്കിലും വഴിയുണ്ടോ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഫിനാൻസ് അട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അബണ്ടൻസ് അട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വരുമാനം നേടാൻ എന്നുള്ളതാണ് നമ്മളൊരു മാനസികമായിട്ടുള്ള അവസ്ഥ എന്നാണ് ഈ കാർഡ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് എന്താണ് നമ്മുടെ സ്വഭാവം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കാർഡ് നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് വന്നിട്ടുള്ളത് ഡെവിൾ എന്ന് പറയുന്ന കാർഡാണ്. ഡെവിൾ എന്ന് പറയുന്ന കാർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിധേനയും നമുക്ക് ആ പണം കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഏത് ചെകുത്താൻ്റെ അടുത്ത് പോയാലും കാശ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അതായത് നമ്മൾ നമ്മുടെ വ്യക്തിത്വം അടിയറോ വെച്ചുകൊണ്ട് ആണെങ്കിൽ പോലും ഒരു പണം കിട്ടുമോ എന്ന് നോക്കുന്നൊരവസ്ഥയാണ് ഡെവിൾ എന്ന് പറയുന്ന കാർഡ് പറയുന്നത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് ഇതാണ്. ദ മജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ്. വളരെ നല്ലൊരു കാർഡാണിത്. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് നേടാനുള്ള എല്ലാ ഇതും ഉണ്ട്, പക്ഷേ അത് എവിടെ നിന്നാണ് വരിക എന്നറിയില്ല. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. പക്ഷേ ആ 2 വഴിയിൽ വന്നിട്ട് അയാൾ മുന്നിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണം, എന്തെടുക്കണം, ഏത് പോകണം, ആരുടെ ചോദിക്കണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് എവിടെ നിന്നാണ് ഒരു വെളിച്ചം വരിക. നമുക്ക് കഴിവുണ്ട്, അറിവുണ്ട്, അത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഏത് വെളിച്ചമാണ് നമ്മളൊന്ന് സഹായിക്കുന്നതെന്ന് ഇതിലാണ് നാം നിൽക്കുന്നത്. എന്താണ് നമ്മളിപ്പോൾ ഒഴിവാക്കാൻ നോക്കുന്നതെന്ന് കൂടി നാം അറിയണം. ഈ കാർഡ് എന്ന് പറയുന്നത് ദ ഡെത്ത് എന്ന് പറയുന്ന കാർഡാണ്. ഡെത്ത് എന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിൻ്റെ കാർഡാണ്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മാറി പുതിയൊരാളാവാൻ നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ അതിനെ നമ്മൾ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആകത്തുകയായിട്ട് ഈ കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നാം മാനസികമായിട്ട് ആഗ്രഹിക്കുന്ന പുതിയൊരു വരുമാനം വേണമെന്നുള്ളതാണ്. അതേസമയം നമ്മുടെ പെരുമാറ്റമാണെങ്കിലോ നമ്മൾ അതിനുവേണ്ടി നമ്മുടെ വ്യക്തിത്വം അടിയറോ വയ്ക്കാൻ തയ്യാറാണ്. നമ്മുടെ ഉള്ളിനുള്ളിൽ എല്ലാ കഴിവുണ്ടോ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, പക്ഷേ എവിടെ ചോദിക്കണമെന്ന് പറയില്ല. അതേസമയം നാം ഒരു പരിവർത്തനത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇനി നമുക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണം, ഒരു പരിവർത്തനം. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഡിവൈനോട് ചോദിക്കുകയാണ്, ഞാൻ റെഡിയാണ് പരിവർത്തനത്തിന്, എനിക്കെന്നുള്ള വഴി കാണിച്ചു തരൂ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഇല്ലാതെ ചോദിച്ചാൽ തീർച്ചയായിട്ടും കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. കുറച്ച് നീണ്ട റീഡിംഗ് ആയിപ്പോയി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു.